ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SNR മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. കുട്ടികളെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ വണ്ടിയുടെ TP സെൻസർ, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഈ കാണുന്നതാണ് കേട്ടോ. 5 സ്പീഡ് വണ്ടിക്ക് കാണിച്ച് ഇങ്ങനെ തലക്കായിരിക്കുന്നുണ്ടാവുക, അത് ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഈ സെൻസർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറയുന്നത്, ഈ സെൻസറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, വണ്ടിയുടെ ഓടിക്കുമ്പോൾ വണ്ടിക്ക് മൈലേജ് കുറവുള്ള ഒരു സന്ദർഭങ്ങളിൽ ഞാനിത് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്കൊരു കുത്തു വരിക, അങ്ങനത്തെ കേസുകളിലൊക്കെ ഇത് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്ററിൻ്റെ 20 ഇതിൽ ഇടുക, നമ്മുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യണ ആ സെറ്റപ്പിൽ ഇടുക. അതിനുശേഷം നമ്മൾ മൾട്ടിമീറ്റർ വർക്കിംഗ് ആണോ എന്ന് ആദ്യം നോക്കണം. മൾട്ടിമീറ്റർ വർക്കിംഗ് ആണോ എന്ന് നോക്കാനൊന്നുമില്ല. ബാറ്ററിയുടെ പ്ലസ് മൈനസിലും കണക്ട് ചെയ്യുക. അതായത് മൈനസിൽ കണക്ട് ചെയ്യുക, പ്ലസ്സിൽ കണക്ട് ചെയ്യുക. കൊടുന്ന് നോക്കുക, ബാറ്ററി വോൾട്ടേജിൽ കാണിക്കുന്നുണ്ട് 12.45. കണ്ടില്ലേ? അപ്പോൾ മൾട്ടിമീറ്റർ വർക്കിംഗ് ആണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ പ്രോബിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്തിട്ട് ആ വയറുടെ തല ഒരു ഒരു സൂചി കൊടുക്ക് സേഫ്റ്റി പിന്ന് കണക്ട് ചെയ്തിടാം. ഇതേപോലെ വയറിൻ്റെ തലയിൽ ഒരു സേഫ്റ്റി പിന്ന് ഞാൻ കണക്ട് ചെയ്തിട്ടു. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ഓൾറെഡി വണ്ടിയുടെ ബോഡി നെഗറ്റീവ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ, പോസിറ്റീവ് പ്രോബ് ഇതിപ്പോൾ ഈ വയർ വഴി ഇതുമ്പോഴേക്ക് സൂചി കൊടുക്കുമ്പോഴേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ TP സെൻസർ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എന്തുണ്ടാവണം? വണ്ടിയുടെ കീ ഓൺ ആക്കണം. ഞാൻ പോയിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കാൻ പോവാണ് കേട്ടോ. വണ്ടിയുടെ കീ ഓഫായിരുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കി. കാരണം സെൻസർ വർക്ക് ചെയ്യണമെങ്കിൽ ECM വർക്ക് ആവണം. ECM വർക്ക് ആവണം വെച്ചാൽ എന്താ, നിലവിൽ ECM വർക്ക് ആവണമെങ്കിൽ സപ്ലൈ വരണം. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തതിന് ശേഷം TP സെൻസർ ചെക്ക് ചെയ്യാം. TP സെൻസർ ചെക്ക് ചെയ്യാനായിട്ട് ഇതേ കണ്ടോ, ഞാനിതേവിടെ ഇതിലത്തെ ഒരു പച്ച ഷെയ്ഡ് എന്ന ബ്ലൂ ആയിട്ടുള്ള ഒരു വയറുണ്ട്. അതുമ്പോൾ ഞാനിത് കണക്ട് ചെയ്തു. ബാറ്ററി കീ ഓൺ ആക്കിയിട്ടുണ്ട്, വണ്ടിയുടെ കീ ഓൺ ആക്കിയിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് ഓൾറെഡി മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തു. ഈ വയറുമേ ഓൾറെഡി മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്തു. അതിന് ശേഷം നോക്കുമ്പോൾ 5.02 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത്ര വോൾട്ട് കാണിക്കണമെന്നാണ്. 5 വോൾട്ട് ECM നിന്ന് ഇങ്ങോട്ട് സപ്ലൈ വരണം. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്, ഇതിലേക്ക് സപ്ലൈ വരുന്നുണ്ട്. ഇനി ഇതിന്ന് ഇനി ഔട്ട് ചെക്ക് ചെയ്യണം. ഈ ഇതിൻ്റെ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ ഔട്ട്, TP സെൻസറിൻ്റെ അത് സെൻട്രലത്തെ വയറാണ്. അപ്പോൾ ഇനി അതേപോലെ നമ്മൾ ആ വയറ് മാറ്റിയിട്ട് സെൻട്രലിലേക്ക് കണക്ട് ചെയ്യാണ്. വയറ് അവിടെ നിന്ന് എടുത്തിട്ട് സെൻട്രലിലേക്ക് കണക്ട് ചെയ്യാണ്. സെൻട്രലിലേക്ക് ഇതാ കണക്ട് ചെയ്തു. സെൻട്രലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 4.42 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇനി ത്രോട്ടിൽ വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് വ്യത്യാസം വരണമെന്നാണ്. ഇതിപ്പോൾ ഞാൻ ആ കണക്ട് ചെയ്ത് വിട്ടു ടൈമെന്ന്, അത് കാരണം ഇതാണ് സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 2 കൈയൊക്കെ വേണം. ഉള്ള കൈ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലാണ്ട് വേറെ മാർഗം എനിക്കില്ല. കണ്ടോ 0.42. ഞാനിതിപ്പോൾ ഓൾറെഡി 4.42 അല്ല കാണിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഒന്ന് ഊരിയിട്ടുണ്ടായിരുന്നു, അത് കാരണം ഇതിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. 0.78 വരെ വരണം വണ്ടിക്ക്. അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സാധനം വേറെ ഒന്നുമില്ല. ഇതെങ്ങനെ ഇത് വരുത്താന്ന് വെച്ചാൽ, ഓൾറെഡി ഈ സാധനം ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ലൂസാക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ആവും. വേണ്ട 0.68 7 72 73 75 82 ഇതാ പൊസിഷനിൽ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ആ സാധനം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിങ്ങനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ആ ബാക്കിലത്തെ സ്ക്രൂ ഇല്ലേ അത് ടൈറ്റ് ചെയ്യുക. 0.78 വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ പൊസിഷനിൽ കൊണ്ടിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. 72 71 84. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് 0.78 ആണ്. അതിൽ നിന്നാൽ മതി. അതെ, ആ 0.78 കൊടുത്തിട്ട് ഞാൻ ടൈറ്റ് ചെയ്തു. തെളിപ്പം മാറി എന്നാലും നമ്മൾ ആ 0.78ലേക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക. വീണ്ടും പറയണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യുക.
നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് 0.78 കൊടുന്നുട്ടാ. ഇനിയാണ് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാൻ പോണത്. ഇപ്പോൾ മൾട്ടിമീറ്ററിലേക്ക് ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ആക്സിലേറ്റർ കൊടുക്കാൻ പോകണം കേട്ടോ. കീ ഓൺ ആക്കിയിട്ടുള്ള വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതായത് ഇങ്ങനെ വോൾട്ടേജ് കയറി വരുന്നേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ കൂടി ആക്സിലേറ്റർ കൂടുതൽ തുറന്നു എന്ന് അവിടെ ECMലേക്ക് അറിയിക്കുന്നത് വോൾട്ടേജ് രൂപത്തിലാണ്. കൂട്ടി വരുമ്പോൾ കൂടുതൽ വോൾട്ടേജ് വരും. ഇത് കുറച്ച് വരുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു പോകും. കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്ന് പോണ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഇനി ഒരു വയറിംഗ് കൂടി വരുന്നുണ്ട്. അത് എർത്താണ്. എർത്ത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. എർത്ത് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യണത് കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ അതിൻ്റെ കണ്ടിന്യൂറ്റി സെറ്റപ്പിലിടാം. കണ്ടിന്യൂറ്റി സെറ്റപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂറ്റിയിൽ വർക്ക് ആവുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇത് നോക്കിക്കോ. കീ സൗണ്ട് കിട്ടില്ലേ? അത് കിട്ടി. അപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ ബാക്കി വരുന്ന വയറാണ്. അതായത് ബ്ലാക്ക് വിത്ത് ഗ്രീൻ വയറേമ കൊണ്ടിട്ട് ഞാനിത് കുത്തിവെച്ചു. അവിടെ നമ്മൾ ഓൾറെഡി കീ ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. എന്നിട്ട് നമ്മളവിടെ കൊടുത്തു. ഇത് ബോഡിയായിട്ട് ഷോർട്ട് ചെയ്യിപ്പിച്ചപ്പോൾ എന്തായി കണ്ട കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ECM എർത്ത് സപ്ലൈ ചെയ്യേണ്ടതാണ്. ബോഡി എർത്ത് ECM അവിടെ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 വയറാണ് ടെസ്റ്റ് ചെയ്യുക. ഒന്ന് ആദ്യത്തെ വയറാന്ന് പറയുന്നത് ഈ ബ്ലൂ ഷെയ്ഡുള്ള വയറാണ്. ഇതിൽ 5 വോൾട്ട് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ 5 വോൾട്ട് വരണം. രണ്ടാമത്തെ വയറിൽ ഐഡിയൽ സമയത്ത്, അതായത് ത്രോട്ടിൽ വാൽവ് തുറക്കാത്ത സമയത്ത് 0.78 വരണം. തുറന്നു കഴിഞ്ഞാൽ അതിന് വേരിയേഷൻ വരണം. മറ്റേതിൽ ഗ്രൗണ്ട് ഓൾറെഡി കണ്ടിന്യൂറ്റി കാണിക്കണം. ഇങ്ങനെയാണ് ഒരു ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അറിയാൻ പാടില്ലാത്തവരെ ആവശ്യമില്ലാണ്ട് വയറ് വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ കപ്ലറൊന്നും മേടിക്കാൻ കിട്ടില്ല എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ശരിയെന്ന് വെച്ചാൽ